जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणासिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्द राधाकान्द नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 166 മുതൽ നമ്മളിന്ന് വായിക്കുന്നു. 166 പുസ്തകമുള്ളവർ എടുത്തു വയ്ക്കാം. ഐച്ഛേ ചാലി ഐല പ്രഭു രാമ കേളി ഗ്രാമ गौडेरा निकट ग्राम अति अनुपमा। ऐचे चली आइला प्रभु राम केली ग्राम गौडेरा निकट ग्राम अति अनुपमा। ऐचे चली आइला प्रभु राम केली ग्राम गौडेरा निकट ग्राम अति अनुपमा. ഹരേ കൃഷ്ണ പ്രഭു. അധ്യായം ഏതാണ് പ്രഭു? അധ്യായം 1 മധ്യലീല. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. വായിക്കട്ടെ പ്രഭു. വായിക്കൂ. ഐച്ഛേ ചലി ആയില പ്രഭു രാമ കേളി ഗ്രാമ ഗൗഡരെ നിഗട ഗ്രാമ അതി അനുപമ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ഒടുവിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു രാമകേളി എന്ന ഗ്രാമത്തിലെത്തി. ബംഗാളിന്റെ അതിർത്തിയിലുള്ള ഈ ഗ്രാമം വളരെ മനോഹരമാണ്. ഭാവാർത്ഥം: രാമകേളി ഗ്രാമം ബംഗാളിന്റെ അതിർത്തിയിൽ ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീല സനാതന ഗോസ്വാമിമാരുടെ ഭവനങ്ങൾ ഈ ഗ്രാമത്തിലായിരുന്നു. ഹരേ കൃഷ്ണ. മഹാപ്രഭുവിൻ്റെ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാപ്രഭു അങ്ങനെ അവസാനം എവിടെയാണ് എത്തിയിരിക്കുന്നത്? രാമകേളിയിൽ എത്തിയിരിക്കുന്നു. രാമകേളിയിലാണ് ശില റൂപ ഗോസ്വാമിയും ശില സനാതൻ ഗോസ്വാമിയും ഉണ്ടായിരുന്നത്. ആ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം മുന്നോട്ട്. താഹാ നൃത്യ കരേ പ്രഭു പ്രേമ അചേതന കോട്ടി കോട്ടി ലോക ഐസേ देखिता चरण. ഹരേ കൃഷ്ണ പ്രഭു. താഹാ നൃത്യ കരേ പ്രഭു പ്രേമേ അചേതന കോടി കോടി ലോക ഐസേ ദേഖിതേ ചരണ. വിവർത്തനം ബഹി ശ്രീ വെങ്കടേശ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. രാമകേളി ഗ്രാമത്തിൽ സങ്കീർത്തനം ചെയ്യുമ്പോൾ മഹാപ്രഭു നൃത്തമാടുകയും ചിലപ്പോൾ
ഭഗവത് പ്രേമത്താൽ ബോധരഹിതനാവുകയും ചെയ്തു. അസംഖ്യം ജനങ്ങൾ അവിടുത്തെ ചരണാരവിന്ദങ്ങൾ ദർശിക്കാൻ വന്നു ചേർന്നു. ഹരേ കൃഷ്ണ. മഹാപ്രഭു എവിടെ പോകുന്നുണ്ടോ അവിടെയെല്ലാം അവിടെയെല്ലാം സങ്കീർത്തനം ചെയ്യും മഹാപ്രഭു പോകുന്നിടത്തൊക്കെ സങ്കീർത്തനം ഉണ്ടാവും. സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കീർത്തനം ചെയ്യുന്നതല്ല, നടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടാണ് കീർത്തനം. അങ്ങനെ ചില സമയത്ത് മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. അതായത് ആ കൃഷ്ണപ്രേമം കൊണ്ട് അദ്ദേഹം ബോധം നഷ്ടപ്പെടുന്നു. മഹാപ്രഭു ശ്രീ രാധാറാണിയുടെ ഭാവത്തിലാണ് ഉള്ളത്. ശ്രീകൃഷ്ണനാണ്, എന്നാൽ ഭാവം രാധയുടെയാണ്. അതുകൊണ്ട് ശ്രീമതി രാധാറാണിയുടെ സ്നേഹം, ഭഗവാനോടുള്ള ആ ഒരു പ്രേമം അദ്ദേഹം അനുഭവിക്കുമായിരുന്നു ഈ ഒരു ലീലയിലൂടെ. അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീല രാധാറാണിയുടെ ഭാവത്തെ, പ്രേമം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബോധം, അതായത് ഈ ഭൗതിക ലോകമായിട്ടുള്ള കണക്ഷൻ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. കൃഷ്ണപ്രേമം അത് അങ്ങനെ മൂർധന്യ അവസ്ഥയിലെത്തുന്ന സമയത്ത് മഹാപ്രഭുവിനെ പിന്തുടരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ കൂടെ വരുമായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുമായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കണ്ട് നമസ്കരിക്കും, അനുഗ്രഹം വാങ്ങിക്കും, കൂടെ സങ്കീർത്തനത്തിൽ പങ്കെടുക്കും. അങ്ങനെയാണ് എപ്പോഴും ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഗൗഡേശ്വര യവന രാജ പ്രഭാവ ശൂനിന കഹിത്തെ ലാഗില കിച്ചു വിസ്മിതഹയ. ഹരികൃഷ്ണ. ഗൗഡേശ്വര യവന രാജ പ്രഭാവ ശൂനിയ കഹിദേല ഗീല കിച്ചു വിസ്മിതഹയ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. അസംഖ്യം ജനങ്ങളെ ആകർഷിക്കുന്നതിൽ ചൈതന്യ മഹാപ്രഭുവിനുള്ള സ്വാധീനത്തെക്കുറിച്ച് കേട്ട ബംഗാളിലെ മുസ്ലിം രാജാവ് അത്യന്തം വിസ്മയഭരിതനായി ഇപ്രകാരം പറയാൻ തുടങ്ങി. ഭാവാർത്ഥം: അക്കാലത്തെ ബംഗാളിലെ മുസ്ലിം രാജാവ് നവാബ് ഹുസൈൻ ഷാ ബാദ്ഷാ ആയിരുന്നു. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. നവാബ് ഹുസൈൻ ഷാ അവിടെ ഉണ്ടായിരുന്ന ബംഗാളിലെ മുസൽമാൻ രാജാവ്, അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ശീല രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ഉണ്ടായിരുന്നത്. ധാബിർ ഖാസ് ആൻഡ് സാക്കറ മല്ലിക്. ശീല രൂപ ഗോസ്വാമിയുടെ സനാതൻ ഗോസ്വാമിയുടെയും പേരങ്ങനെയായിരുന്നു. ധാബിർ ഖാസ് രൂപ ഗോസ്വാമി, സാക്കറ മല്ലിക് ആയിരുന്നു ശീല സനാതൻ ഗോസ്വാമി. നവാബ് ഹുസൈൻ ഷായുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അല്ലെങ്കിൽ അതേപോലെ തന്നെ രൂപ ഗോസ്വാമി അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ സനാതൻ ഗോസ്വാമി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു. രണ്ടുപേർക്കും ഒരുപാട് പവർ ഉണ്ടായിരുന്നു നവാബിൻ്റെ ആ ഒരു രാജ്യത്ത്. കാര്യം നവാബ് ഹുസൈൻ ഷാ ഒരുപാട് ഇവരെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല ഇവർ രണ്ടുപേരും ഇവരെ പോലെ ആത്മാർത്ഥതയുള്ള സത്യസന്ധരായിട്ടുള്ള മന്ത്രിമാർ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഇവരെ ആശ്രയിക്കുമായിരുന്നു ഈ നവാബ് ഹുസൈൻ ഷാ. നവാബ് ഹുസൈൻ ഷാ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു ആഗമനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ന്യൂസ് കൊടുത്തു. ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സന്യാസി വന്നിട്ടുണ്ട്, 7 അടി പൊക്കം, 7-7.5 അടി പൊക്കം, സുവർണ്ണ നിറം, എപ്പോഴും കണ്ണിൽ നിന്ന് ആ ഭഗവത് പ്രേമത്തിൻ്റെ ആ കണ്ണുനീര് വരുന്നു. എല്ലാ സമയത്തും കീർത്തനം ചൊല്ലിക്കൊണ്ട് ഡാൻസ് കളിച്ച് അങ്ങനെ വഴിയിലൂടെ നടക്കുന്നു, ഭഗവാന്റെ നാമം ജപിച്ച് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് കീർത്തനത്തിൽ. അദ്ദേഹം തനിയല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ പിന്തുടരുന്നുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ന്യൂസ് എല്ലാം ഓൾറെഡി നവാബ് ഹുസൈൻ ഷാന് കിട്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം നവാബ് ചിന്തിക്കുകയാണ്, നവാബ് പറയുകയാണ്, അതായത് ഇത്രയും ആളുകൾ എങ്ങനെ മഹാപ്രഭുവിൽ ആകർഷിതനാവുന്നു? അപ്പോൾ എന്തോ പ്രത്യേകതയുണ്ട്, അദ്ദേഹം സാധാരണ വ്യക്തിയല്ല എന്ന് നവാബ് ഹുസൈൻ ഷായ്ക്ക് മനസ്സിലായി. ഇനി അദ്ദേഹം മുന്നോട്ട് എന്താണ് പറയുന്നത് നോക്കാം. നവാബ് ഹുസൈൻ ഷാ പറയാൻ പോവാണ്. വിനദാനെ ഏതലോകെ യാര പാചേഹയ സെയിത ഗോസായ ഇഹ ജാനിഹ നിശ്ചയ. ഹരികൃഷ്ണ. വായിക്കുമോ?
ഹരേ കൃഷ്ണ. വിനദാനി ഏതലോക യന്ത്ര പാച്ചേ ഹയ സൈത ഗോസായ ഇഹ ജാനിഹ നിശ്ചയ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ദാനങ്ങൾ നൽകാഞ്ഞിട്ടും അസംഖ്യം ജനങ്ങളാൽ അനുഗമിക്കപ്പെടുന്ന അത്തരമൊരു വ്യക്തി തീർച്ചയായും ഒരു പ്രവാചകനായിരിക്കണം. എനിക്ക് തീർച്ചയായും ഈ സത്യം അറിയാൻ കഴിയും. ഹരേ കൃഷ്ണ. നവാബ് ഹുസൈൻ ഷാ അദ്ദേഹം ഒരുപാട് അതായത് രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ രൂപ ഗോസ്വാമിയോടും സനാതൻ ഗോസ്വാമിയോടും ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിക്കും ഒരുപാട്, അതായത് അവരുടെ സർവീസിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ധനവും എല്ലാ സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. അങ്ങനെ രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ഭഗവാന്റെ ശുദ്ധഭക്തരായതുകൊണ്ട് അവരെ രണ്ടുപേരെയും സേവനം ചെയ്യുവാൻ നവാബ് ഹുസൈൻ ഷായ്ക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടും നവാബ് ഹുസൈൻ ഷായുടെ ഉള്ളിൽ കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അതെല്ലാം രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും സേവിക്കുമ്പോൾ, അങ്ങനെയുള്ള ശുദ്ധഭക്തർ കൂടെ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്വാളിറ്റീസ് കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ തോന്നി, മഹാപ്രഭു സാധാരണ ഒരു വ്യക്തിയല്ല. ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി, ഒന്നാമത് അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ എല്ലാവരെയും ആകർഷിപ്പിക്കും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപം രാധാകൃഷ്ണ ദ്യുതി സുവലിതം നവമി കൃഷ്ണ സ്വരൂപം, രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള സ്വരൂപമാണ്. കൃഷ്ണനെ വിളിക്കുന്ന മദന മോഹനൻ, അതായത് കോടിക്കണക്കിന് കാമദേവന്മാർ ആകർഷിതനാവുന്നു ഭഗവാനിൽ. അത്രമാത്രം സൗന്ദര്യമാണ്. കാമദേവനാണ് ഏറ്റവും സൗന്ദര്യമുള്ള ആള് ഈ ഭൗതിക ലോകത്തിലെ, എന്താ പറയുക, ഈ ദേവന്മാരുടെ ഒരു കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സൗന്ദര്യം, ആ വ്യക്തിക്ക് അതേപോലെ 1000 അല്ലെങ്കിൽ കോടിക്കണക്കിന് കാമദേവന്മാർ കൃഷ്ണൻ്റെ ആ ഭംഗിയിൽ ആകർഷിതനാവുന്നു. അത്രമാത്രം അട്രാക്ഷനാണുള്ളത് കൃഷ്ണൻ്റെ ഭഗവാന്റെ രൂപത്തിന്. അപ്പോൾ ആ കൃഷ്ണൻ, ഭഗവാൻ രാധാറാണിയുടെ സൗന്ദര്യത്തിൽ ഒരുപാട് ആകർഷിതനാവുന്നു. അതായത് മദന മോഹന മോഹിനി എന്നാണ് രാധാറാണിയുടെ പേര്. അപ്പോൾ ഇത്രയും സൗന്ദര്യമുള്ള, എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന സർവ ആകർഷണി ഇതി കൃഷ്ണ, ആ കൃഷ്ണനെ, ആ ഭഗവാൻ കൃഷ്ണൻ വേറെ ഒന്നിലും ആകർഷിതനാവുന്നില്ല. ശ്രീമതി രാധാറാണിയിൽ എന്നാൽ അദ്ദേഹം ആകർഷിതനാവുന്നു ഒരുപാട്. അപ്പോൾ കൃഷ്ണനെ പോലും ആകർഷിപ്പിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ കൃഷ്ണനെ ആകർഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു ലെവലിൽ മദനമോഹന മോഹിനി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും, മദനമോഹനനും മദനമോഹന മോഹിനിയും കൂടെ ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പറയാൻ സാധിക്കില്ല, നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഭംഗിയായിരുന്നു മഹാപ്രഭുവിന്. അപ്പോൾ കാണുമ്പോൾ തന്നെ ആകർഷണം തോന്നും. മാത്രമല്ല, ഇത്രയും അധികം ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുമ്പോൾ, പിന്തുടരുമ്പോൾ നവാബ് ഹുസൈൻ ഷാ ചിന്തിക്കുന്നു, ഇത് സാധാരണ ഒരു വ്യക്തിയല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഭഗവാന്റെ, ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കും. അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ ആകർഷിപ്പിക്കാൻ ശബ്ദം എന്താ വന്നു, അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ സാധിക്കില്ല, ഇത്രയും അധികം ഫോളോവേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളത് നവാബ് ഹുസൈൻ ഷാ പറയുന്നു. ഇനി എന്താണ് പറയുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നു, കാജി യവന ഇഹര നകരിഹ ഹിംസന അപന ഇച്ഛായ ഭൂലാൻ യഹ ഉൻഹാര മന. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാജിയവന ഇഹര നകരിഹ ഹിംസന അപന ഇച്ഛായ ഭൂലുന യഹ ഉൻഹാര മന. വിവർത്തനം ശ്രീ പ്രഭുപാദ് കി ജയ്. മുസ്ലിം രാജാവ് മജിസ്ട്രേറ്റിന് ഇപ്രകാരം ഉത്തരവ് നൽകി: ഈ ഹിന്ദു പ്രവാചകനെ അസൂയ മൂലം ഉപദ്രവിക്കരുത്. എവിടെയാണെങ്കിലും അവിടുത്തെ ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ അനുവദിക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി. മുസ്ലിം രാജാവ് അല്ലെങ്കിൽ ഇദ്ദേഹം നവാബ് ഹുസൈൻ ഷാ അദ്ദേഹത്തിൻ്റെ മജിസ്ട്രേറ്റിനോട്, കാസിയോട് പറയുന്നു, ആരും ഈ വ്യക്തിയെ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ ആരും ശല്യം ചെയ്യാൻ പോകരുത്.
ഈ പ്രവാചകനെ, ഹിന്ദു പ്രവാചകനാണ്, അവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ തടുക്കാമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഓർഡർ കൊടുത്തു, ഒരാളും തൊട്ടുപോകരുത്, ഇദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ അസൂയ മൂലം അദ്ദേഹം വേറെ സമുദായത്തിലെ ആളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകരുത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അദ്ദേഹം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യട്ടെ. അപ്പാന ഇച്ഛയ ബുലിയ യഹ യുഹാറാമന, അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ അദ്ദേഹം ചെയ്തോട്ടെ, ശല്യം ചെയ്യാൻ പോകരുത് എന്നാണ് മജിസ്ട്രേറ്റിനും മറ്റുള്ളവരോടും നവാബ് ഹുസൈൻ ഷാ കൊടുക്കുന്ന ഉത്തരവ്. കേശവ ഛാത്രി രേ രാജ വാർത്ത പൂച്ചില പ്രഭുര മഹിമ ഛാത്രി ഉടായ ദില. ഹരേ കൃഷ്ണ പ്രഭു. കേശവ ഛത്രി രേ രാജ വാർത്ത പൂച്ചില പ്രഭു രാമഹിമ ഛത്രി ഉഡായിയ ദില. വിവർത്തനം ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ് കി ജയ്. മുസ്ലിം രാജാവ് തന്റെ സഹായിയായ കേശവ ഛത്രിയോട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള വൃത്താന്തം ആരാഞ്ഞപ്പോൾ കേശവ ഛത്രി ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി എല്ലാം അറിയാമായിരുന്നിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ ആ സംഭാഷണം ഒഴിവാക്കാൻ ശ്രമിച്ചു. ഭാവാർത്ഥം: ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി അന്വേഷിച്ചപ്പോൾ കേശവ ഛത്രി ഒരു നയതന്ത്രജ്ഞനായി. അയാൾക്ക് ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി എല്ലാം അറിയാമായിരുന്നെങ്കിലും മുസ്ലിം രാജാവ് തന്റെ ശത്രുവായി തീർന്നേക്കുമെന്ന് അയാൾ ഭയന്നു. അതിനാൽ മുസ്ലിം രാജാവ് ചൈതന്യ മഹാപ്രഭുവിനെ ഒരു സാധാരണ മനുഷ്യനായി കരുതുവാനും അങ്ങനെ അവിടുന്ന് യാതൊരു പ്രയാസങ്ങളും നൽകാതിരിക്കുവാനുമായി അയാൾ മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകിയില്ല. ഹരികൃഷ്ണ. അങ്ങനെ കേശവ ഛത്രി എന്ന് പറയുന്നത്, കേശവ ഛത്രി നവാബ് ഹുസൈൻ ഷായുടെ അദ്ദേഹത്തിൻ്റെ സഹായിയാണ്. അപ്പോൾ കേശവ ഛത്രി എല്ലാ ന്യൂസും മഹാപ്രഭുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നവാബിനോട് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി കേശവ ഛത്രിക്ക് അറിയാം മഹാപ്രഭു ആരാണെന്നൊക്കെ, എല്ലാ ഡീറ്റെയിൽസും അറിയാം. പക്ഷേ ഒരു അക്ഷരം അദ്ദേഹം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ല, ഒരു ഡീറ്റെയിൽസും കൂടുതൽ കൊടുത്തില്ല, അത്രമാത്രം പ്രാധാന്യവും കൊടുത്തില്ല മഹാപ്രഭുവിൻ്റെ കാര്യങ്ങൾ. മഹാപ്രഭുവിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. കാരണം എന്താണ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരുപാട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നവാബ് ഹുസൈൻ ഷാന് ഒന്നും അസൂയ തോന്നുന്നില്ല. നവാബ് ഹുസൈൻ ഷാ പറയുന്നു അദ്ദേഹത്തെ ശല്യം ചെയ്യരുത്, ഉത്തരവും കൊടുത്തു, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേശവ ഛത്രിക്ക് അറിയാം നവാബ് ഹുസൈൻ ഷാ ചില സമയത്ത് നല്ല രീതിയിൽ പെരുമാറും, ചില സമയത്ത് അദ്ദേഹം കംപ്ലീറ്റ്ലി മാറും. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് അറിയില്ല. അപ്പോൾ ഇദ്ദേഹം കേശവ ഛത്രി മഹാപ്രഭുവിനെ കുറിച്ച് ഒരുപാട് സ്തുതിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അസൂയ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ആ അസൂയ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുവാണ്, പക്ഷെ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ ചൈതന്യ മഹാപ്രഭുവിനെ മറ്റുള്ള അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നവരെയും ഉപദ്രവിക്കാനുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് കേശവ ഛത്രി എന്ത് പറഞ്ഞു, അത് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട, അപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ശരിയാണ്, കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു തന്ത്രപൂർവ്വം ആ ഒരു സിറ്റുവേഷനെ അദ്ദേഹം മാനേജ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും, അതറിയാവുന്നത് കൊണ്ടാണ്. കാര്യം സഹായി അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും അറിയാം എങ്ങനെയായിരിക്കും നവാബ് ഹുസൈൻ ഷാ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം തന്ത്രപൂർവം ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അധികം പ്രാധാന്യം കൊടുക്കാതെ പറഞ്ഞു. അപ്പോൾ അധികം പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം രാജാവിനും തോന്നും, ഓക്കെ അങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പൊക്കോളും, നമുക്ക് പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നവാബ് ഹുസൈൻ ഷായുടെ പ്രാധാന്യത്തിന് എന്തെങ്കിലും കുറവുകൾ വരുന്നെന്നു അങ്ങനെയൊക്കെ മനസ്സിലാവുമ്പോഴാണ് ചിലപ്പോൾ ഇതെല്ലാം തിരിയും. അങ്ങനെയാണല്ലോ ആളുകൾക്ക് പവറും ആളുകൾക്ക് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ വേറെ ഒരാൾ മൂലം വേറെ ഒരാൾ വന്ന് സ്ഥാനവും അല്ലെങ്കിൽ പേരും പ്രശസ്തിയൊക്കെ എടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉള്ളിലൊരു അസൂയ തോന്നും. അസൂയ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? നാച്ചുറലി ആ ഒരു സ്വഭാവം ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചും നവാബിനെ അറിയുന്ന കേശവ ഛത്രി അതുകൊണ്ട് വളരെ സില്ലിയായിട്ട് വളരെ അധികം പ്രാധാന്യം കൊടുക്കാതെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത്ര കാര്യമായിട്ട് എടുത്തില്ല.
ആര്? രാജാവും. ഓക്കെ. ഭിക്കാരി സന്യാസി കരെ തീർത്ഥ പര്യടന താരെ देखी बारे ऐसे दुई चारी जना. ഹരേ കൃഷ്ണ പ്രഭു. ഭിഖാരി സന്യാസി കരെ തീർത്ഥ പര്യടന താൻറെ തേക്കി ബാരെ ആയിസെ ദുയി ചാരി ജന. വിവർത്തനം ബൈ ശ്രീ വെങ്കടേശ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി. ശ്രീല പ്രഭുപാദ് കി ജയ്. ചൈതന്യ മഹാപ്രഭു തീർത്ഥസ്ഥലങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരു ഭിക്ഷാന്തേഹി ആയിരുന്നെന്നും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അവിടുന്ന് കാണാൻ വന്നുള്ളൂവെന്നും കേശവ ഛത്രി മുസ്ലിം രാജാവിനെ അറിയിച്ചു. ഹരേ കൃഷ്ണ. കേശവ ഛത്രി പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒരു സാധാരണ ഒരു സന്യാസിയാണ്. അദ്ദേഹം സന്യാസി ആയതുകൊണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ നടക്കും, പല സ്ഥലങ്ങളിലും തീർത്ഥാടനത്തിന് പോവും. ആ കൂട്ടത്തിൽ ഈ ഒരു രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് പറയുവാണ്. കാര്യം മഹാപ്രഭു അവിടെയുള്ള കാലം ഒന്നും ആരും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ തടസ്സം വരരുത് എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും. കേശവ ഛത്രിയും ആ ഒരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. യവനെ തോ മറാഠാനി കരയെ ലഗായി താരഹിംസായ ലാഭാനഹി ഹയ അരഹനി. കൃഷ്ണ പ്രഭു. യവനെ തോ മറാഠാനി കരയ ലഗാനി താൻരാഹിംസായ ലഭാനഹി ഹയ ആരഹാനി. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. കേശവ ഛത്രി പറഞ്ഞു, അസൂയ മൂലം താങ്കളുടെ മുസ്ലിം ഭൃത്യൻ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന ചെയ്യുകയാണ്. അങ്ങ് അദ്ദേഹത്തിൽ അധികം താല്പര്യം കാട്ടരുതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല, മറിച്ച് നഷ്ടമുണ്ടാവുകയും ചെയ്യും. ഹരികൃഷ്ണ. കേശവ ഛത്രി പറയുന്നു, അങ്ങയുടെ, അതായത് നവാബ് ഹുസൈൻ ഷായുടെ ഒരുപാട് സേവകർ ഇത് മഹാപ്രഭുവിനെ കണ്ടപ്പോൾ അസൂയുള്ളവർ ഒരുപാടുണ്ട്. നവാബ് പറഞ്ഞു ഒന്നും ചെയ്യരുതെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും ആ കൂട്ടത്തിൽ ഇങ്ങനെ വേറൊരു സമുദായത്തിൽ നിന്നൊരാൾ വന്ന് അവിടെ ഷൈൻ ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. കാര്യം മഹാപ്രഭു ഷൈൻ ചെയ്യുകയാണ് അവിടെ. കാര്യം ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ മാഗ്നറ്റ് പോലെയാണ് ആളുകൾ അവിടെ കൂടുന്നത്, ആളുകൾ ആകർഷിതരാകുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ കുറച്ച് പേരൊക്കെ മഹാപ്രഭുവിനെതിരെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ചെയ്യാൻ ഉള്ള ശ്രമങ്ങളൊക്കെ, പ്ലാനുകളൊക്കെ, ഗൂഢാലോചനയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേശവ ഛത്രിക്ക് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കുറച്ച് ആൾക്കാരൊക്കെ ഇതേപോലെ മഹാപ്രഭുവിനെതിരെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വലിയ കാര്യമൊന്നും കൊടുക്കണ്ട. രാജാവായിട്ടുള്ള നിങ്ങൾക്ക് ഇതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കണ്ട. അത് അവരെ വഴിക്ക് വിട്ടുള്ളൂ. അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ സമയം പാഴാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കേശവ ഛത്രി വളരെ മനോഹരമായിട്ട് ഈ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യുകയാണ്. രാജാരെ പ്രബോധി കേശവ ബ്രാഹ്മണ പാഠാന ചലിബാ രഖരെ പ്രഭുര ഫട്ടായില കഹിന. കൃഷ്ണ പ്രഭു. രാജാരെ പ്രബോധി കേശവ ബ്രാഹ്മണ പാഠായ ചാരിബാരതരെ പ്രഭുരെ പാഠായില കഹിയ. വിവർത്തനം പ്രഭുപാദ് കി ജയ്. രാജാവിനെ ഇപ്രകാരം സമാധാനിപ്പിച്ചതിനു ശേഷം കേശവ ഛത്രി ഭഗവാൻ ചൈതന്യ മഹാപ്രഭു താമസിയാതെ അവിടം വിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ഒരു ബ്രാഹ്മണ ദൂതനെ അവിടുന്ന് അടുത്തേക്ക് അയച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. അങ്ങനെ രാജാവിനെ സമാധാനിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രാജാവും ഓക്കെ ശരി. കൂടുതൽ മഹാപ്രഭുവിനെ ശല്യം ചെയ്യാനുള്ള പ്ലാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കാര്യം അത്ര പ്രാധാന്യം കൊടുക്കണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സെർവൻറ്റ് പറഞ്ഞു. പക്ഷേ കേശവ ഛത്രി ബുദ്ധിയുള്ള ആളായതുകൊണ്ട് അറിയാം എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറാം. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു ദൂതനെ അയച്ചു മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അധികം താമസിയാതെ ഈ രാജ്യം വിട്ടു പോകുന്നതായിരിക്കും നല്ലത്. എപ്പോഴാണ് ഈ രാജാവിൻ്റെ സ്വഭാവം മാറുക എന്നറിയില്ല, അതുകൊണ്ട് അതായിരിക്കും അങ്ങേക്ക് നല്ലതെന്നുള്ള പറഞ്ഞ് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ദബിര ഖാസേര രാജ പൂച്ചില നിബ്രിദേ ഗോസായിര മഹിമ തെഹോ ലാഗില കഹിത്തെ. രാജ പൂച്ചില നിഭൃദേ ഗോസായിര മഹിമ തെൻഹോ ലാഗില കഹിതേ. വിവർത്തനം ശില പ്രഭുപാദ് കി ജയ്.
രാജാവ് തബീരഖാസയോട് ശ്രീല രൂപഗോസ്വാമി മഹാപ്രഭുവിന്റെ മഹിമകളെ പറ്റി രഹസ്യമായി ആരാഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പറയാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ പ്രൈവറ്റായിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്. ആര്? നമ്മുടെ രാജ ഹുസൈൻ ഷാ ദബീർഗാസിനെ വിളിച്ച്, രൂപഗോസ്വാമിയെ വിളിച്ച് ചോദിക്കുകയാണ് മഹാപ്രഭുവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ദബീർഗാസ് നമ്മുടെ ശ്രീല രൂപഗോസ്വാമി അദ്ദേഹത്തോട് പറയുകയാണ്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. യേ തോമാരാ രാജ്യ ദിലേ യേ തോമാരാ ഗോസായ തോമാരാ ദേശേ തോമാരാ ഭാഗ്യ ജനമില ആസീന. हरे कृष्णा प्रभु। ये तुम्हारे राज्य दिला, ये तुम्हारा गोसाया, तुम्हारा देशे तुम्हारा भाग्य जन्मीला आसिया. विवर्तन by His Divine Grace अभय चरणारविंद ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല രൂപ ഗോസ്വാമി പറഞ്ഞു, അങ്ങേക്ക് ഈ രാജ്യം നൽകുകയും അങ്ങേ ഒരു പ്രവാചകനായി അംഗീകരിക്കുകയും ചെയ്യുന്ന പരമദിവ്യത്വം പുരുഷൻ അങ്ങയുടെ സൗഭാഗ്യ നിമിത്തം അങ്ങയുടെ രാജ്യത്ത് ജന്മമെടുത്തിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല രൂപഗോസ്വാമിക്കാണെങ്കിൽ മഹാപ്രഭുവിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നു, അങ്ങ് മഹാസൗഭാഗ്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങയുടെ ഈ രാജ്യത്ത് ആ പരമദൈവത്വ പുരുഷൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം അങ്ങ് തന്നെ പറഞ്ഞു പ്രവാചകനെന്ന്. പക്ഷേ രൂപഗോസ്വാമി പറയുന്നത് പരമദൈവത്വ പുരുഷൻ എന്നാണ്, പ്രവാചകനെന്ന് മാത്രമല്ല. അങ്ങനെ അദ്ദേഹം ഇവിടെ ഈ രാജ്യത്ത് വന്നിരിക്കുകയാണ്. അങ്ങയുടെ മഹാസൗഭാഗ്യമാണ് ഇത് എന്ന് പറയുന്നു. തോമാര മംഗള വാഞ്ചേ കാര്യസിദ്ധി ഹയ ഇഹാര ആശീർവാദേ തോമാർ സർവത്ര ഈ ജായ. ഹരേ കൃഷ്ണ പ്രഭു. തോമാര മംഗള വാഞ്ചേ കാര്യസിദ്ധി ഹയ ഇഹാര ആശീർവാദേ തോമാര സർവത്ര ഈ ജയ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ പ്രവാചകൻ എല്ലായ്പ്പോഴും അങ്ങയുടെ സൗഭാഗ്യം കാക്ഷിക്കുന്നു. അവിടുത്തെ കാരുണ്യത്താലാണ് അങ്ങയുടെ സർവ്വകാര്യങ്ങളും സഫലമായിരിക്കുന്നത്. അവിടുത്തെ അനുഗ്രഹത്താൽ അങ്ങ് എല്ലായിടത്തും വിജയം നേടും. ഹരേ കൃഷ്ണ. രൂപഗോസ്വാമി പറയുകയാണ്, അങ്ങ് പറഞ്ഞ ഈ പ്രവാചകൻ, അതായത് മഹാപ്രഭു, ഈ പ്രവാചകൻ അങ്ങയുടെ ക്ഷേമം മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ. ആ വ്യക്തിയുടെ, ആ പ്രവാചകന്റെ മഹാകാരുണ്യം കൊണ്ട് അങ്ങയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ബിസിനസ്സുകളും, എല്ലാ വ്യവഹാരങ്ങളും സക്സസ് ആവും. അവരുടെ അനുഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? അനുഗ്രഹം ഉള്ളത് കൊണ്ട് എല്ലാവിധ വിജയവും അങ്ങേക്കുണ്ടാവും. ആരുടെ അനുഗ്രഹം? പ്രവാചകൻ ആരാണ്? മഹാപ്രഭു. രൂപഗോസ്വാമി ഇങ്ങനെയാണ് പറയുന്നത്. മോരെ ഖേന പൂച്ച തുമി പൂച്ച ആപ്പാനമാന തുമി നാരാധിപ ഹോ വിഷ്ണു അംശ സമ. കൃഷ്ണ പ്രഭു. मोरे के न पुच्छ तुम्ही पुच्छ आपन मन तुम्ही नराधिप हवो विष्णु वंश सम. विवर्तनम श्रील एसी ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. അങ്ങ് എന്തുകൊണ്ടാണ് എന്നോട് അന്വേഷിക്കുന്നത്? അങ്ങയുടെ തന്നെ മനസ്സിനോട് ചോദിക്കുന്നതാണ് ശ്രേഷ്ഠം. കാരണം അങ്ങ് നരാധിപനാണ്, പരമദിവ്യോത്തമ പുരുഷന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അങ്ങേക്ക് ഇത് എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ പ്രഭു. രൂപഗോസ്വാമി ചോദിക്കുകയാണ്, ഹുസൈൻ ഷാവോട് ചോദിക്കുന്നു, ആക്ച്വലി എന്നോടിത് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രതിനിധിയാണ്. അങ്ങനെയാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള അങ്ങയുടെ മനസ്സിൽ ഈ ചോദ്യം ചോദിച്ചാൽ മതി. എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങേക്ക് എന്നെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ വന്നിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളത്. തോമാര ചിത്തെ ചൈതന്യേര കൈചേ ഹായ ജ്ഞാന തോമാര ചിത്തെ യേലയ സേത പ്രമാണ. ഹരേ കൃഷ്ണ പ്രഭു. തോമാര ചിത്തെ ചൈതന്യേരെ കൈചേ ഹായ ജ്ഞാന തോമാര ചിത്തെ യേലയ സേത പ്രമാണ. വിവർത്തനം by His Divine Grace അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അറിയാനുള്ള ഒരു മാർഗമായി അദ്ദേഹത്തിന്റെ തന്നെ മനസ്സിനെ കുറിച്ച് ശ്രീല രൂപഗോസ്വാമി രാജാവിനെ അറിയിച്ചു. രാജാവിന്റെ മനസ്സിൽ എന്തു തോന്നുന്നുവോ അതിനെ തെളിവായി കണക്കാക്കാമെന്നും ഉറപ്പു നൽകി. ഹരേ കൃഷ്ണ.
രൂപഗോസ്വാമി പറയുന്നു, അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത്, അങ്ങ് ഭഗവാന്റെ പ്രതിനിധിയാണ്, അതുകൊണ്ട് അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അത് സത്യമായിരിക്കും. അപ്പോൾ അത് തന്നെ ഒരു തെളിവായിട്ട്, അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് ഒരു തെളിവായിട്ട് എടുക്കാം എന്നുള്ളത്. കാര്യം ഓൾറെഡി ഹുസൈൻ ഷായുടെ മനസ്സിൽ തോന്നിയിരുന്നു ചൈതന്യ മഹാപ്രഭു സാധാരണ വ്യക്തിയല്ല, അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് പ്രവാചകനാണ് എന്നുള്ളത്. അപ്പോൾ ഇത് രൂപഗോസ്വാമിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ മനസ്സെന്താണോ പറയുന്നത് അത് സത്യമാണ് എന്നുള്ളത്. രാജ കഹേഷു നമോര മാനേ യേലയ സാക്ഷാത് ഈശ്വര ഇഹ നാഹിക സംശയ. അപ്പോൾ രാജാവ് എന്ത് പറയുന്നു നോക്കാം. ഹരേ കൃഷ്ണ പ്രഭു. രാജാ കഹേഷു നമോര മാനേ യേലയ സാക്ഷാത് ഈശ്വര ഇഹ നാഹിക സംശയ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. രാജാവ് മറുപടി പറഞ്ഞു, ഞാൻ ശ്രീചൈതന്യ മഹാപ്രഭുവിനെ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായി കാണുന്നു, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹരേ കൃഷ്ണ. രാജാവ് ഹുസൈൻ ഷാ പറയുന്നു, എനിക്കറിയാം, എൻ്റെ മനസ്സിൽ ഇതാണ് തോന്നുന്നത്. ആ വന്നിട്ടുള്ള വ്യക്തി, ഞാൻ നേരത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ശ്രീ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്, ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്ന് ഹുസൈൻ ഷാ പറയുന്നു. ഏതക ഹി രാജഗേല നിജ അഭ്യന്തരെ തബേ ദബിര ഖാസ ഐല അപനാരെ ഘരെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഏതക ഹി രാജഗല നിജ അഭ്യന്തരെ തബേ ദബിര ഖാസ ഐല അപനാര ഘരെ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. രൂപഗോസ്വാമിയുമായി നടത്തിയ ഈ സംഭാഷണത്തിന് ശേഷം രാജാവ് തന്റെ സ്വകാര്യ ഭവനത്തിലേക്ക് പോയി. ദബിര ഖാസ എന്നറിയപ്പെട്ടിരുന്ന രൂപഗോസ്വാമിയും അപ്പോൾ തന്റെ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. ഭാവാർത്ഥം: ഒരു രാജാവ് നിശ്ചയമായും പരമദിവ്യോത്തമ പുരുഷന്റെ പ്രതിനിധിയാണ്. ഭഗവത്ഗീതയെ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ സർവലോക മഹേശ്വരം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് എല്ലാ ലോകങ്ങളുടെയും ഉടമ. ഓരോ ലോകത്തിലും നിശ്ചയമായും ഒരു രാജാവ് അഥവാ ഭരണ മേധാവി ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തി ഭഗവാൻ വിഷ്ണുവിന്റെ പ്രതിനിധിയായി കരുതപ്പെടുന്നു. ഭഗവാനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സർവ്വജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതിനാൽ വിഷ്ണു ഭഗവാൻ പരമാത്മാവായിരുന്ന് ഭരണപരമായ എല്ലാ കാര്യങ്ങളുടെയും നിർവഹണത്തിന് ആവശ്യമായ ബുദ്ധി രാജാവിന് നൽകുന്നു. അതിനാൽ ശ്രീല രൂപഗോസ്വാമി രാജാവിനോട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ചോദിക്കുകയും അവിടത്തെ കുറിച്ച് രാജാവ് ചിന്തിച്ചതെല്ലാം ശരിയാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിന് ശേഷം ശില രൂപഗോസ്വാമിയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ രാജാവും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ ഡിസ്കഷൻ അവിടെ തീരുവാണ് ചെയ്യുന്നത്. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആ വ്യക്തി എല്ലാവരുടെയും ക്ഷേമം നോക്കിക്കാണേണ്ട വ്യക്തിയാണ്, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. രാജ്യത്തുള്ള എല്ലാവർക്കും, എല്ലാ സിറ്റിസൺസിനെയും കാര്യവും നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം രാജാവിനുണ്ട്. അപ്പോൾ നല്ലൊരു രാജാവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് കണക്കാക്കാം. ഇവിടെ ഹുസൈൻ ഷാ ഈ ഒരു സമയത്ത് ഹുസൈൻ ഷായുടെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല സ്വഭാവമാണ് കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ധബീർ ഖാസിൻ്റെയും സക്കർ മലിക്കിൻ്റെയും കൂടെ ആ ഒരു സംഘം കിട്ടുന്നത് കൊണ്ട് ഇദ്ദേഹത്തിലും ഒരുപാട് നല്ല ക്വാളിറ്റീസും ഉണ്ട്. അപ്പോൾ ഇവരുടെ കാരുണ്യം കൊണ്ട്, റൂപ സനാതൻ ഗോസ്വാമിയുടെയൊക്കെ കാരുണ്യം കൊണ്ട് രാജാവിൻ്റെ ഹൃദയത്തിൽ ശരിക്കും മഹാപ്രഭു ആരാണെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹം ഭഗവാനാണ്, പ്രവാചകനാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ എടുത്ത് പറയുന്നു ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ധാരണകൾ വരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിന് ശേഷം നമ്മളൊരു എപ്പിസോഡിൽ കാണുന്നില്ല ഹുസൈൻ ഷാ പരമദിവ്യോത്തമ പുരുഷൻ വന്നിരിക്കുന്നു, ഹുസൈൻ ഷാ ഓടിപ്പോയി ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലിൽ വീണ് നമസ്കരിക്കുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ കാണുന്നില്ല, അല്ലേ? അപ്പം ഇതേപോലെയാണ് നമുക്കിതിൽ നിന്നുള്ളൊരു പാഠം. ഇതേപോലെ ചില സമയങ്ങളിൽ നമ്മൾ അംഗീകരിക്കും, യെസ്, കൃഷ്ണാവബോധം നല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട്
സന്തോഷവും സമാധാനവും തരുന്നു, അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ്. ചിലപ്പോൾ തുടക്കക്കാരൊക്കെ, ചിലപ്പോൾ തുടക്കം നമ്മൾ ഭക്തിയിൽ വരുന്ന സമയത്ത് പല ആളുകളും, ഒരുപാട് ആളുകൾ കൂടും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഐശ്വര്യമാധവർ ചോദിച്ചാൽ തന്നെ അറിയാം, ആദ്യം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ആളുകളുണ്ടായിരുന്നു? ഒരുപാട് കണക്കിന്. ചില ഗ്രൂപ്പുകളൊക്കെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരുപാട് ഡിവോട്ടീസ് ജോയിൻ ചെയ്യും വാട്സപ്പ് ഗ്രൂപ്പിൽ. ആദ്യത്തെ ക്ലാസ്സുകളിൽ ഉണ്ടാവും 1-2 ക്ലാസ്, ഒരു 3 ക്ലാസ്സിലൊക്കെ അവരെല്ലാവരും കുറേ പേരൊക്കെ വരും. അതിനുശേഷം പതുക്കെ 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 കുറയുന്നത് കാണാം, ആ ഒരു ഉത്സാഹം പോകുന്നത് കാണാം. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ പറയും അങ്ങനെയാണ് എല്ലാം, എന്തൊരു സന്തോഷം, എന്തൊരു സുഖം, എന്തൊരു അങ്ങനെയൊക്കെ പറയും. പക്ഷേ പ്രാക്ടിക്കാലിറ്റി വരുമ്പോൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹുസൈൻ ഷാ പരമദൈവത്വ പുരുഷനാണെന്ന് മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മഹാപ്രഭുവിൻ്റെ അടുത്ത് പോയി മഹാപ്രഭുവിൻ്റെ കാലിൽ വീണ് ആ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക്, കൊട്ടാരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നേനെ. അല്ലേ? പരമദൈവത്വം പുരുഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആരാധിക്കുന്ന ദൈവവും ഇതും ഈ മഹാപ്രഭു ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആരാധിക്കുന്ന ആ ദൈവം, ആ ഭഗവാൻ വന്നിരിക്കുന്നു രാജ്യത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള വേണ്ട സ്റ്റെപ്പുകൾ അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു, പക്ഷേ എടുക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ മുഴുവനായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്. പലപ്പോഴും നമുക്ക് തുടക്കത്തിൽ നമ്മൾ ഒരുപാട് ഉത്സാഹത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഉത്സാഹവും നഷ്ടപ്പെടും. വേണ്ട കാര്യങ്ങൾ ചെയ്യില്ല. പറയും വാക്കാൽ, പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ നമ്മൾ ചൈതന്യ ചരിതാമൃതമൊക്കെ വായിക്കുന്ന സമയത്ത് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ലെസൺസ് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോൺവെർസേഷനോട് കൂടി അതവിടെ അവസാനിക്കുകയാണ്. കാര്യം ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ സെർവൻ്റ് പോയി, രാജാവിൻ്റെ സെർവൻ്റ് പോയി പറയുന്നുണ്ട് മഹാപ്രഭുവിനോട്, അവിടെ നിന്ന് അധികം താമസിയാതെ ബംഗാൾ വിട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ഇതാണ് നമുക്കുള്ള പാഠം. അപ്പോൾ മുഖേ പോലോ മാത്രമല്ല, വായ കൊണ്ട് പറഞ്ഞാൽ മാത്രമല്ല പോരാ, നമ്മളും അത് ഫോളോ ചെയ്യണം, ആചരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് കാണാം. പലവരും എന്തൊരു കീർത്തനവും ഹരികൃഷ്ണ കീർത്തനം കേൾക്കാൻ ഒരുപാട് രസമാണ്, ഒരുപാട് സന്തോഷം കിട്ടുന്നു. ഭഗവാന്റെ ഇപ്പോൾ നമ്മൾ DTസിനെയൊക്കെ കാണുമ്പോൾ പറയുന്നു എന്തൊരു ഭംഗിയാണെന്നൊക്കെ പറയും. അടുത്ത ആഴ്ച സത്സംഗത്തിന് വരാൻ പറഞ്ഞാൽ ആരെയും കാണില്ല. സത്സംഗത്തിന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അപ്രീഷിയേറ്റ് ചെയ്ത ആൾക്കാരെയൊന്നും പിന്നെ കാണില്ല. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ അതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. സോ ഇതാണ് നമുക്ക് പഠിക്കാവുന്ന പാഠം. സോ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ ശരിക്കും ഉള്ളിൽ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉള്ളിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ചെയ്യണം. കാര്യം ശാസ്ത്രങ്ങൾ പറയുന്നു, ഗുരുജനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എല്ലാം. ഈ പറയുന്ന ഞാൻ ഭക്തിമാർഗത്തിലെ കാര്യമാണ് പറയുന്നത്. സോ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോരുത്തരുടെയും സുകൃതി അനുസരിച്ചിരിക്കും. ചില ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചില ആളുകൾക്ക് ഇതുപോലെ വലിയ വർത്തമാനം പറയും, പക്ഷേ കാര്യമൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു ബോധം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമുക്കുള്ള വേറെ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മളും ഇതുപോലെ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, സത്സംഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മളും ഇനിയും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ശ്ലോകം. ഘരെ ആസി ദുയി ഭായ് युकति करिया प्रभु देखी बारे चले वेशा लुकाया. हरे कृष्ण प्रभु. खरे आसी दुई भाई युक्ति करिया प्रभु देखी बारे चले वेशा लुकाया. വിവർത്തനം ബൈ ശില പ്രഭുപാദ്. ശില പ്രഭുപാദ് കി ജയ്. വീട്ടിൽ തിരിച്ചെത്തിയ ദബീര ഖാസിന്
അദ്ദേഹത്തിന്റെ സഹോദരനും വളരെ നേരത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം മഹാപ്രഭുവിനെ കാണാൻ വേഷപ്രച്ഛന്നരായി പോകാൻ തീരുമാനിച്ചു. ഹരേ കൃഷ്ണ. ധാബീർ ഗാസും സക്കര മല്ലിക്, രൂപ സനാതൻ ഗോസ്വാമിമാർ, അങ്ങനെ അവർ രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി എങ്ങനെയാണ് വേഷം മാറിയിട്ട് ആണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവർ രണ്ടുപേരും രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ സെർവൻസ് ആണ്. അപ്പോൾ രണ്ടുപേരും താടിയെല്ലാം വളർത്തി, അവരുടെ ഡ്രസ്സും ഒക്കെ വ്യത്യാസമുണ്ട്. ശരിക്കും ഒരു മുസൽമാന്മാരെ പോലെയായിരുന്നു ഇവരുടെ വേഷവിധാനങ്ങളും. അപ്പോൾ അങ്ങനെയായിരുന്നു ധാബീർ ഖാസും സക്കർ മലിക്കും ആ സമയത്ത്. അതിനുശേഷം ഇപ്പോൾ അവർ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി ആരും അറിയാതെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അർദ്ധരാത്രേ ദുയി ഭായി ഐല പ്രഭുസ്ഥാനെ പ്രഥമേ മിലീല നിത്യാനന്ദ ഹരിദാസ സനെ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ മാതാജി. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർദ്ധരാത്രേ ദുയി ഭായ് ആയില പ്രഭുസ്ഥാനെ പ്രഥമേ മിലീല നിത്യാനന്ദ ഹരിദാസ സനെ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭി ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം അർദ്ധരാത്രിയിൽ ഇരു സഹോദരന്മാരായ ദബിരഘാസയും സാഗര മല്ലിക്കും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേഷപ്രച്ഛന്നരായി പോയി. അവർ ആദ്യം നിത്യാനന്ദ പ്രഭുവിനെയും ഹരിദാസ ടാഗോറിനെയും കണ്ടു. ഹരേ കൃഷ്ണ. വേഷപ്രസന്നരായിട്ട് ദബീർ ഖാസും സക്കർ മല്ലിക്കും പോകുന്നു. രാത്രിയിൽ, പാതിരാത്രിക്കാണ് പോകുന്നത്. അങ്ങനെ അവർ നേരെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാനാണ് പോകുന്നത്. എന്നാൽ ആദ്യം ഇവർ രണ്ടുപേരും പോയി നിത്യാനന്ദ പ്രഭുവിനെയും ശ്രീ ഹരിദാസ് ഠാക്കൂറിനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു ലെസൺ എന്താണ്? ഇതിൽ നിന്നുള്ളൊരു പാഠം എന്താണ്? ഭഗവാനെ നമുക്ക് നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഭഗവാന്റെ ശുദ്ധഭക്തരും ഗുരുവും ആവശ്യമാണ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെസണാണ് രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ രണ്ടുപേർക്കും നേരിട്ട് മഹാപ്രഭുവിൻ്റെ അടുത്ത് പോവാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അവർ ആദ്യം നിത്യാനന്ദ പ്രഭുവിനെ കാണുന്നു. നിത്യാനന്ദ പ്രഭു ഗുരുതത്വമാണ്, ആദിഗുരുവാണ്. നിത്യാനന്ദ പ്രഭുവിനെ അവർ പോയി കാണുന്നു, പെർമിഷൻ എടുക്കുന്നു. അതേപോലെ തന്നെ ശ്രീല ഹരിദാസ് ഠാക്കൂറിനെയും കാണുന്നു. ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. അപ്പോൾ ശുദ്ധഭക്തരുടെയും ഗുരുസ്ഥാനത്തുള്ളവരുടെയും ആ ഒരു പെർമിഷനോട് കൂടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് ഇവർ പോകുന്നത്. സോ ഇത് നമുക്കുള്ള ലെസണാണ്. നമ്മൾ എപ്പോഴും ആ ഒരു ഗുരു ശിഷ്യ പരമ്പരയും നമ്മുടെ സുപ്പീരിയേഴ്സ്, നമ്മുടെ സീനിയർ ഭക്തരോടുള്ള ആ ഒരു ആദരവും റെസ്പെക്റ്റും എപ്പോഴും വേണം. അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരിലൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന കാര്യം മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ മുകളിൽ ഒരുപാട് സുപ്പീരിയേഴ്സ് ഉണ്ട്. സോ അവർ ത്രൂ പോകുന്നതാണ് എപ്പോഴും സേഫ്. അവരുടെ അനുഗ്രഹത്തോടു കൂടി, അവരുടെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ ഒരു പാഠമാണ് ഇതിലൂടെ ഈ ഒരു ശ്ലോകം, ഒറ്റൊരു ശ്ലോകം വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കണം. ഓക്കെ. നമ്മൾ ഇനി എത്ര ശ്ലോകം വരെ പഠിപ്പിച്ചത്? സോറി, ഇനി എത്ര ശ്ലോകം വരെ പഠിപ്പിച്ചത്? ഓക്കെ, നിർത്താം മാതാജി. താങ്ക് യു. हरे कृष्ण। श्री चैतन्य चरितामृत की जय। श्रील कृष्णदास कविराज गोस्वामी की जय। श्रीला प्रभुपाद की जय। जय। हरे कृष्ण। थैंक यू। हरे कृष्ण प्रभु जी, प्रणाम। हरे कृष्ण प्रभु, प्रणाम प्रभु। हरे कृष्ण। हरे कृष्ण प्रभु, प्रणाम प्रभु जी। हरे कृष्ण, प्रणाम प्रभु। प्रणाम प्रभु जी। हरे कृष्ण। ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു പ്രഭു, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. എനിക്ക് നെറ്റ് എന്തോ പ്രശ്നമായിരുന്നു പ്രഭു, അതാണ് കേറാൻ പറ്റിയില്ല. സോറി പ്രഭു. ഹരേ കൃഷ്ണ. 2 minutes ലേറ്റ് ആയിപ്പോയി. സോറി പ്രഭു. ഹരേ കൃഷ്ണ. നോ പ്രോബ്ലം. ആക്ച്വലി കുറച്ചും കൂടെ 3-4 ശ്ലോകം കൂടെ എന്താ പറയുക, ആ കണ്ടിന്യൂഷൻ ആയിരുന്നു. ബട്ട് എനിവേ നോ പ്രോബ്ലം, നമ്മൾ നിർത്തി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.